നമുക്ക് ഒരു പേപ്പർ ക്രാഫ്റ്റ് തയ്യാറാക്കിയാലോ? ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് യൂട്യൂബിൽ പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിനായിട്ട് 2 കളർ ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് യെല്ലോ കളറും ഒന്ന് പിങ്ക് കളറും. യെല്ലോ കളർ പേപ്പർ ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു കഷ്ണം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു അളവ്, ആ അളവിലൊന്ന് വെട്ടിയെടുത്തിട്ട് അതിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ ഈ പിങ്ക് കളറിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഒരു 4 ബട്ടർഫ്ലൈ ആണ് ഞാൻ വരച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പിങ്ക് കളറിൻ്റെ പേപ്പറിൽ സൈഡിൽ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറകിൻ്റെ ഭാഗം മാത്രം ഒന്ന് ചെറുങ്ങനെ ബ്ലേഡ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കളർ ഇത്രയും വലുപ്പത്തിലുള്ളൊരു പേപ്പർ ആയതിൻ്റെ കാരണം, സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നൊരു ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലൊന്ന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അളവിലാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഈ പിങ്ക് കളറിൻ്റെ പേപ്പർ. എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് നിങ്ങൾ. പക്ഷേ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതെന്തായിരിക്കും ഇതിൻ്റെ ഫൈനൽ എന്ന് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കുട്ടി കുട്ടി ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, യെല്ലോ കളറ്, അത് ഇതുപോലെ ആ ഒരു പിങ്കിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ടർഫ്ലൈക്ക് അതിൻ്റെ ഒരു ചെറിയ ആ ഒരു കൊമ്പുണ്ടല്ലോ, ഒരു ഷേപ്പിലൊക്കെ ഉള്ളത്, അതൊന്ന് പേന കൊണ്ടൊന്ന് വരയ്ക്കുകയാണ്. സാധാരണ ഒരു മാർക്കറൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചും കൂടി എടുത്ത് കാണിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പെന്ന് വെച്ചിട്ടാണ് ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പിങ്ക് കളർ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിൽ മാത്രമായിട്ട് ഒരു വര പോലെ ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഈ യെല്ലോ ബട്ടർഫ്ലൈ ഒന്ന് ജസ്റ്റ് സെൻറ്ററിൽ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ 2 ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. എന്നിട്ടെന്താ, 2 നൂലിട്ട് ബെഡ് ലാമ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഇതുപോലെ നല്ല ഭംഗിയായ ബട്ടർഫ്ലൈനെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങാം. എങ്ങനെയുണ്ട്?